കുറേ കാലം കൂടി നമ്മൾ വീണ്ടും ഒരു വാഗമൺ യാത്രയിലാണ്. ഇവിടെയൊക്കെ നല്ല പച്ചപ്പായി കേട്ടോ. നമ്മൾ ഉപ്പുതറേന്ന് ഉള്ള വഴിക്കാണ് പോകുന്നത്. കണ്ടോ, റോഡിൻ്റെ സൈഡിലുള്ള ആ ഒരു പച്ചക്കളറും ഉണ്ടോ, എത്ര ഭംഗിയാന്ന് നോക്കി കാണാൻ. ഇവിടെ പഴയൊരു ഫാക്ടറിയൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. ഫാക്ടറി എല്ലാം പൊളിച്ചു പോയി. ഇപ്പോൾ അതിൻ്റെ ബാക്കിയെന്ന് പറയാനായിട്ട് അവിടെ ഒരു പഴയ ട്രാക്ടർ കിടപ്പുണ്ട്. പിന്നെ അത് അവിടെ ആ ഫാക്ടറിയുടെ ഒരു ബാലൻസ് ആയിട്ട് ആ കാണുന്നതൊക്കെ ഉള്ളൂ. ഇവിടെ നല്ലൊരു ലൊക്കേഷനാണേ. ഇവിടെ ഒരു വെയിറ്റിംഗ് ഷെഡൊക്കെ ഉണ്ട്. ഒരു പള്ളിയിലേക്ക് പോകുന്നൊരു വഴിയുണ്ട് അങ്ങോട്ട്. അത് സെൻറ്റ് ജോൺസ് CSI ചർച്ചാണ്. ഇതുണ്ടോ, ഇവിടെ മനോഹരമായൊരു വെയിറ്റിംഗ് ഷെഡ്. നടുക്കൊരു കടയൊക്കെ വേണേൽ നടത്താം. പിന്നെ ഇവിടെയും ഒരു ഷെഡൊക്കെ ഉണ്ടായിരുന്നു, അതും പൊളിച്ചു കളഞ്ഞു. ഒരു തേയിലപ്പരയൊക്കെ ആയിരുന്നു. അങ്ങോട്ടേക്ക് അത്ര പുഷ്ടിയല്ലാത്ത തേയിലത്തോട്ടങ്ങളൊക്കെയാണ്. ഈ വഴിക്ക് അങ്ങനെ പോയാൽ ആ ഒരു പള്ളിയൊക്കെ കാണാം കേട്ടോ. വേണേൽ ചുമ്മാ ഒന്ന് പോയി നോക്കാം നമുക്ക്. പുറകിലേക്ക് വഴി അത്ര ഓക്കെ അല്ല കേട്ടോ. കുറച്ചങ്ങ് ചെന്നപ്പോഴത്തേക്ക് ഒരുമാതിരി ഓഫ് റോഡ് പോലെ. കാരണം നമ്മൾ ആ പള്ളിക്കിലോട്ട് പോയില്ല. പിന്നീട് എപ്പോഴെങ്കിലും ഒരു പ്രാവശ്യം പോകാം നമുക്ക് പള്ളിക്കിലേക്ക്. നമുക്ക് വാഗമൺ സൈഡിലേക്ക് തന്നെ പോവാം. അങ്ങോട്ട് നല്ല ബ്ലൂ സ്കൈ ആണ് കേട്ടോ. ഇവിടെയൊക്കെ ഇത്തിരി തേയിലക്കാഴ്ചകളൊക്കെ കാണാം. തേയിലക്കാഴ്ചകൾ കണ്ട് മടുത്തെന്നൊക്കെയാണ് പറയുന്നത്. ഒരു മരം കണ്ടോ, ഇപ്പോഴത്തെ കുറേ പഴങ്ങളൊക്കെ ഉണ്ടേ, മഞ്ഞ നിറത്തിലുള്ള. ഇവിടെ ഇതാ തേയില കൊളുന്തെടുത്ത് ഇങ്ങനെ ചാക്കിനകത്ത് വെച്ചേക്കുന്നുണ്ട്. അതുപോലെ ആ ഒരു മഞ്ഞപ്പഴം ഇവിടെ കാണാം. നോക്കി, നല്ല പഴുത്ത് കിടക്കുന്നത്. ഇതെന്തുവാന്ന് പറയണേ, എനിക്കിതിൻ്റെ പേരറിയില്ല. അങ്ങ് താഴെ ഒരു വാഗ പൂത്ത് നിൽപ്പുണ്ടേ, കണ്ടോ. ഇവിടെ എല്ലാം കൊങ്ങിണിച്ചെടിയൊക്കെ അങ്ങനെ നിൽക്കുന്നേ. പക്ഷേ ഒരുപാട് പൂക്കളുണ്ട്, കൊങ്ങിണിയായിട്ടും മറ്റുള്ളതൊക്കെ ആയിട്ട്. ഇതൊക്കെ കാണാനൊരു അടിപൊളി ഭംഗിയാണ്. അപ്പുറത്തെ ഒരു തേയിലത്തോട്ടമൊക്കെ. ഇവിടെ ആണ് ഏറ്റവും ഹൈലൈറ്റ്. അവിടെ ഒരു അമ്പലമൊക്കെ കാണാം, ഒരു ആൽമരം കാണാം. ഇവിടെയൊക്കെ നോക്കിയേ, ആ ഒരു നീലാകാശവും പച്ചപ്പും ഒക്കെ കൂടി. രാവിലെ നല്ല കാലാവസ്ഥ കേട്ടോ. ഉച്ച കഴിയുമ്പോൾ നല്ല മഴയും വരും. ആ ഒരു ആൽമരം കണ്ടോ, അത് ഒരുപാട് വർഷം പഴക്കമുള്ള. അതിൻ്റെ ചുവട്ടിലുള്ള ആ ഒരു അമ്പലമൊക്കെ നല്ല ഭംഗിയാണ്. തേയില കൊളുന്ത് നിൽക്കുന്നുണ്ടോ, ഇത് എടുക്കാറായ കൊളുന്താട്ടോ. ഈ വഴിക്കൊക്കെ വരുമ്പോഴേ നമുക്ക് CSI പള്ളി ഒന്നുകൂടെ ഒന്ന് കാണാണ്ട് പോകാൻ പറ്റിയില്ല എന്ന് പറഞ്ഞ പോലെ. ഒരു സിനിമ കൊണ്ട് പ്രസിദ്ധമായ പള്ളിയാണ്. ആ സിനിമ വരുന്നതിന് മുമ്പ് ഈ പള്ളി ആർക്കോട്ട് അറിയത്തുമില്ലായിരുന്നു. പണിയൊക്കെ തീർത്തപ്പോൾ പള്ളി കാണാൻ എന്ത് ഭംഗിയാന്ന് നോക്കി. ഇവിടെ ഞായറാഴ്ചകളിൽ 11 മണിക്കാണ് ആരാധന കേട്ടോ. ചീന്തലാർ നമ്പർ 2 ഡിവിഷൻ. ഇപ്പം പള്ളിയുടെ ഫ്രണ്ടിലുള്ള ഗേറ്റ് പൂട്ടിയിട്ടിരിക്കുകയാണ്. അകത്ത് കയറാൻ മാർഗമില്ലെന്ന് എനിക്ക് തോന്നുന്നത്. ഗേറ്റ് പൂട്ടിയേക്കുന്നുണ്ടോ. നേരത്തെ ആയിരുന്നപ്പോൾ ഇവിടെ ഒരു കറങ്ങുന്ന ഗേറ്റൊക്കെ ഉണ്ടായിരുന്നേ. ഇതിൻ്റെ മുകളിൽ കൂടെ കയറാൻ, ചാടി കയറാനുള്ള ശ്രമങ്ങളൊക്കെ നടത്തിയിട്ടുണ്ട്. ഇതുണ്ടോ, അവിടെയൊക്കെ ചവിട്ടി ഇതാക്കിയിരിക്കുന്നു നോക്കി. അവർ പൂട്ടിയിട്ട് തന്നെ നമ്മളെന്തിനാ ചവിട്ടി അതിനകത്തോടെ കയറുന്നല്ലേ. പൊതുജനങ്ങളുടെ ശല്യം കൂടുതലായതുകൊണ്ടായിരിക്കും അവർ ഗേറ്റ് പൂട്ടിയൊക്കെ ഇട്ടിരിക്കുന്നത്. ആ ഒരു മരമാണ് ഇവിടുത്തെ ഏറ്റവും വലിയ ഹൈലൈറ്റ്. എത്ര വർഷമായി നല്ലത് അങ്ങനെ ഉണങ്ങിയിരിക്കുന്നത്. അപ്പുറത്തെ സൈഡിൽ സിമിത്തേരി ഉണ്ടേ. ഈ പള്ളിക്ക് ഏതാണ്ടൊരു 10-80 വർഷത്തെ പഴക്കമുണ്ട് കേട്ടോ. ആ താഴെ കണ്ടോ, അത് ഉണ്ടാക്കിയ ആളുടെ പേര് അവിടെ എഴുതിയിട്ടുണ്ട്.
അവിടെ ഒരു ഫലകമൊക്കെ വെച്ചിട്ടുണ്ട്. അപ്പോൾ പള്ളിയുടെ കാഴ്ചകൾ ഇത്രയൊക്കെ തന്നെ നമുക്ക് കിട്ടുള്ളേ. പണ്ട് ഇവിടെ ഒരുപാട് ക്രിസ്ത്യൻ സഭയുടെ വിശ്വാസികൾ പല പല ടൈമിങ്ങിലും പല പല ആഴ്ചയുടെ പല പല ദിവസങ്ങളിലുമായിട്ട് ആരാധനയൊക്കെ നടത്തിക്കൊണ്ടിരുന്നതായിരുന്നു. ഇപ്പോൾ അത് CSIയുടെ കീഴിൽ മാത്രം ആണുള്ളത്. അപ്പോൾ പിന്നെ നമുക്ക് പള്ളിക്കെന്തെങ്കിലും പോരാല്ലേ. പള്ളിയുടെ കാഴ്ചകൾ എങ്ങനെയുണ്ട്? ഇത് ഞാൻ കാണിച്ച കാഴ്ച എന്ന് പറഞ്ഞ് ബോറടിക്കുന്നു പറയുന്നത്. ഓരോരോ കാലാവസ്ഥയ്ക്കനുസരിച്ച് ഇവിടെയൊക്കെ കാഴ്ചകൾക്ക് ഒരുപാട് വ്യത്യാസം വരുന്നുണ്ട്. അതുകൊണ്ടാണ് നമ്മൾ ഈ ഭാഗത്തൊക്കെ കാഴ്ചകൾ കാണുമ്പോൾ ഒരു പ്രത്യേക ഭംഗിയുണ്ട്. അതിവിടെ വന്നാലൊക്കെ അറിയത്തുള്ളൂ. നമ്മളിങ്ങനെ പറയുമ്പോഴോ ഈ വീഡിയോ കാണുമ്പോഴോ ഒന്നും അത്രത്തോളം അതിൻ്റെ ഒരു എഫക്റ്റ് നമുക്ക് മനസ്സിലാവത്തില്ല. അപ്പോൾ നമുക്ക് മുന്നോട്ട് പോയി ചെന്ന് കഴിയുമ്പോൾ മൊട്ടക്കുന്നിൻ്റെ ഒക്കെ കാഴ്ചകളൊക്കെ കിട്ടും. അതൊക്കെ കൂടെ കുറച്ചും കൂടെ ഒക്കെ ഉൾപ്പെടുത്തി ഒരു വീഡിയോ ആയിട്ട് അങ്ങനെ കാണാം കേട്ടോ. നമുക്ക് മുന്നോട്ട് പോവാം. ഞാൻ പറഞ്ഞത് ശരിയല്ലേ നോക്കി. ഈ കിളികളുടെ ആരവവും ഈ ഒരു കാഴ്ചകളുമൊക്കെ എത്ര ഭംഗിയുള്ളതാണ്. നല്ല പച്ചപ്പല്ലേ ഇപ്പം. അതോടുകൂടി നല്ല നീലാകാശവും വെള്ളമേഘവും ഇതൊക്കെ കാണുമ്പോൾ മനസ്സിനൊരു നല്ല കുളിർമയൊക്കെ കിട്ടുമല്ലേ. നമ്മൾ ഈ വഴിക്കായിരുന്നു ഇങ്ങോട്ട്, ആ റോട്ടിൽ നിന്ന് ഇങ്ങോട്ട് കയറി വന്നു കേട്ടോ. ഈ ഒരു സൈഡിൽ നിന്നൊക്കെ ഉള്ളൊരു കാഴ്ചകളുണ്ടോ. ഇവിടെയൊക്കെ ആയിരുന്നു സിനിമാക്കാർ വന്നിട്ടേ സെറ്റ് ഇട്ടിട്ട് ലൈറ്റൊക്കെ സെറ്റ് ചെയ്ത് വെച്ചിരുന്നത് ആ ഒരു മുകളിലായിരുന്നേ. ഭയങ്കര ലൈറ്റായിരുന്നു. ഈ ലൂസിഫറിൻ്റെ 2ാം ഭാഗമൊക്കെ എടുക്കാൻ വന്നപ്പോൾ ഞാനിവിടെ ഈ ഷൂട്ടിങ്ങൊക്കെ കാണാൻ വേണ്ടി വന്നായിരുന്നേ. ആ സമയത്ത് ഇവിടെ ഒരു കൊങ്ങിണി ചാഞ്ഞ് കിടക്കുന്നുണ്ട്. അതിൻ്റെ അപ്പുറമായിരുന്നു പൃഥ്വിരാജ് സംവിധാനം പരിപാടിയൊക്കെ ആയിട്ട് ഒരു ടെൻ്റൊക്കെ ഉണ്ടാക്കി അതിനകത്തായിരുന്നു കയറിയിരുന്നത്. ഈ ഒരു ഭാഗത്ത് നിന്ന് ഞാൻ പുള്ളിയെ കണ്ടായിരുന്നു. ഇവിടെ നോക്കിയൊരു മരം അങ്ങനെ, അപ്പോൾ അത് പൂത്ത മരമല്ല കേട്ടോ, അത് തളുപ്പടിച്ച് നിൽക്കുന്നതാണ്. ഇവിടെ നമ്മൾ ഒത്തിരി ഡയലോഗ് പറഞ്ഞുകൊണ്ട് നിന്നിട്ടുണ്ടെങ്കിലേ സമയം പോവും. ഉച്ച കഴിഞ്ഞാൽ മഴയും വരും. എനിക്ക് വാഗമണ് പോയിട്ടൊരു സോളാറിൻ്റെ ഒരു മെയിൻ്റെനൻസ് വർക്ക് ചെയ്യാനുണ്ട്. ചെറിയ സർവീസാണേ. അതൊക്കെ കണക്ക് കൂട്ടി പോകുമായിരുന്നു. ഇവിടെ നിന്നൊക്കെ നോക്കിയേ എന്തൊരു ഭംഗിയുണ്ടല്ലേ കാണാൻ. ഈ ഒരു മേഖല കുറച്ച് നല്ല കൃഷിയിടങ്ങളാണ്. തേയിലക്കിടയ്ക്കൂടെ അത്യാവശ്യം കാപ്പി കൃഷിയൊക്കെ ഉണ്ട് അവിടെ. അവിടെ കാണുന്നത് കണ്ടോ, അതൊരു പഴയ തേയില ഫാക്ടറി ആയിരുന്നേ. നമ്മൾ അപ്പുറത്ത് കണ്ട പോലെ അത് പൊളിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പുറത്ത് കണ്ടതെല്ലാം പൊളിച്ച് തീർന്നായിരുന്നു. ഇത് പൊളിച്ച് പകുതിയിലധികം കഴിഞ്ഞു. ഇവിടെ ഒരു പാലമുണ്ടോ. ഈ പാലത്തിനടുത്ത് പുതിയൊരു കെട്ടിടമൊക്കെ വരുന്നുണ്ടോ കേട്ടോ. ഒരു കടയൊക്കെയാണെന്ന് തോന്നുന്നേ. ഇവിടെ ഒരു കടയൊക്കെ വരുവാണെങ്കിൽ ഇടയ്ക്ക് വേറെ കടകളൊന്നുമില്ല വെള്ളമൊന്നും കുടിക്കാൻ. ഈ പച്ചപ്പിനുള്ളിൽ കണ്ടോ നല്ലൊരു പഴയ ഓടിട്ട വീട് കിടക്കുന്നത്. പണ്ടേതോ സൂപ്രണ്ടോ മാനേജറോ ആരോ താമസിച്ചുകൊണ്ടിരുന്ന വീടാണെന്ന് തോന്നുന്നു കേട്ടോ. അതിൽ കാണാൻ ഒത്തിരി ഭംഗിയുണ്ട്. ഈ വഴിയിലേക്ക് കാടിറങ്ങി നിൽക്കുന്ന ഒരു പ്രശ്നം തന്നെ കേട്ടോ. വണ്ടി വരുന്നൊന്നും പെട്ടെന്ന് കാണാൻ പറ്റിയല്ലേ. റോഡ് നല്ല റോഡാണ്, പക്ഷേ റോഡിലേക്ക് ഒത്തിരി പള്ളയെല്ലാം ഇറങ്ങി കിടക്കുക കേട്ടോ. നമ്മൾ വന്ന വഴിക്ക് പുറയിലൊക്കെ അങ്ങനെ ഒത്തിരി സംഭവം ഉണ്ട്. അവിടെ നിന്നൊന്നും അങ്ങനെ നമുക്ക് വീഡിയോ എടുക്കാൻ പറ്റത്തില്ല. ഭയങ്കര വളവുകളാണ്. പിന്നെ നേരെയൊക്കെ കിട്ടുന്നിടത്ത് നമുക്ക് കുറച്ച് വീഡിയോ ഒക്കെ എടുക്കാൻ പറ്റത്തുള്ളൂ. ഇനി നമ്മൾ കയറി ചെല്ലുന്നത് ചീന്തലാറിലേക്കാണ്, കാറ്റാടിക്കവല. ഈ റോഡൊക്കെ പണിതിട്ടിപ്പോൾ 4-5 കൊല്ലമായി. ഇതുവരെ കുഴപ്പമൊന്നുമില്ല. വീതി കുറഞ്ഞ റോഡാണെങ്കിലും നല്ല ഭംഗിയുള്ള ഒരു റോഡാട്ടോ. കാറ്റാടിക്കവല ചെറിയ സിറ്റിയാണ്, പക്ഷെ ഇവിടെ പള്ളികൾ കുറേ എണ്ണമുണ്ട്. മുകളിലൊക്കെ പള്ളിയുണ്ട്. ഇവിടെ ഒരു സ്കൂളുണ്ട് കേട്ടോ, ഒരു LP സ്കൂളാണേ. പക്ഷെ നമുക്ക് ഈ റോട്ടിൽ നിന്ന് ഇങ്ങനെ കാണാൻ പറ്റുള്ളത്. കാറ്റാടിക്കവല കഴിഞ്ഞും കയറി പോകുന്നത് നമ്മളെ. ഇവിടുന്ന് അങ്ങോട്ട് കുറച്ച് കാഴ്ചകളുണ്ട്. കാറ്റാടിക്കവല അപ്പുറത്തൊന്നും നമ്മൾ എടുത്തിട്ടില്ല വീഡിയോ ആദ്യം കേട്ടോ. അതെന്നാന്ന് വെച്ചാൽ നേരത്തെ ഒരു വീഡിയോ നമ്മൾ അധികം ദിവസങ്ങളാവുന്നതിന് മുമ്പ് ഒരു വീഡിയോ എടുത്തിട്ടുണ്ടായിരുന്നു. അതുകൊണ്ടാണ് ആ ഭാഗത്തെ അധികം കാഴ്ചകൾ നമ്മൾ എടുത്തിട്ടില്ല. കൊച്ചുകരുന്തിരിയൊന്നും.
ഇവിടുന്നൊക്കെ അങ്ങോട്ടേ നല്ല നല്ല കാഴ്ചകൾ കിട്ടുന്നൊരു സ്ഥലമാണ്. പക്ഷെ റോഡ് കുറച്ച് വളവൊക്കെ. ഇവിടെയൊക്കെ പുതിയ പുതിയ കെട്ടിടങ്ങളൊക്കെ വന്നു കഴിഞ്ഞു കേട്ടോ. ഈ വഴിക്കിപ്പോൾ നമ്മൾ വന്നിട്ട് കുറേ ആയേ. ഇവിടുന്നൊക്കെ സൈഡ് കാഴ്ചകളൊക്കെ നന്നായിട്ട് കിട്ടും. നമുക്ക് കണ്ടിട്ട് പോകാം. ഇവിടുന്ന് നമുക്കൊരു മേഖല മൊത്തത്തിലുള്ള കാഴ്ചകൾ കിട്ടുന്നൊരു സ്ഥലമാണ്. അവിടെ ഏതാ പൈൻ വാലിയൊക്കെ, പിന്നെ കുറേയധികം റിസോർട്ടുകൾ. ഇതാണ് വാഗമണിലൊരു പുതിയ വ്യൂ പോയിൻ്റ് കേട്ടോ. പിന്നെ ഇവിടുന്ന് നമുക്ക് അങ്ങോട്ട് നോക്കിക്കഴിഞ്ഞാൽ നമ്മൾ ഏലപ്പാറയ്ക്കൊക്കെ പോകുന്ന ഒരു വഴിയാതെ കാണാവോ? ആ കാണുന്ന റോഡ് കണ്ടു. ഇത് നമുക്ക് കുറച്ച് സൂമിങ്ങിലൊന്ന് കാണാം. എന്തുമാത്രം റിസോർട്ടുകൾ അവിടെ ഉള്ളത് നോക്കി. അതുപോലെ പൈൻ വാലി, ആ ഒരു മലഞ്ചെരിവ്, അതിൻ്റെ ഇടയ്ക്കാണ് പാലൊഴുകുംപാറ വെള്ളച്ചാട്ടമൊക്കെ ഉള്ളത്. പുതിയ പുതിയ റിസോർട്ടുകൾ ഈ മലയുടെ മുകളിൽ കൂടെ ഒക്കെ വരുന്നുണ്ട്. പടാട്ടുപാറ വ്യൂ പോയിന്റ്, പുതിയ വ്യൂ പോയിന്റ്. ഇവിടെയും കുറേ റിസോർട്ടുകളും അങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ ഉണ്ട്. ഈ ഒരു ഭാഗത്തൊക്കെ ഉണ്ടോ, തേയിലത്തോട്ടത്തിൽ കൂടെ ഇങ്ങനെ കാറ്റാടി മരങ്ങളൊക്കെ നിൽക്കുന്നൊരു ഭംഗിയുള്ള കാഴ്ച. ആ ചേട്ടൻ അവിടെ തേയിലച്ചെടിക്കൊക്കെ മരുന്നടിക്കുവാണേ. ഈ ഭാഗത്തൊക്കെ ഇപ്പോൾ പുതിയ പുതിയ ഒരുപാട് റിസോർട്ടുകൾ വരുന്നുണ്ട് കേട്ടോ. ഹോം സ്റ്റേ റിസോർട്ടും ഒക്കെ ആയിട്ട് ഉണ്ടോ. ഇതൊക്കെ ഈ സൈഡിലൊക്കെ വരുമ്പോൾ ഇങ്ങോട്ട് ഉപ്പുറ റോഡിലാണ് ഇതൊക്കെ കൂടുതലുവേ. മൂൺലൈറ്റ് എന്നൊക്കെ പറഞ്ഞിട്ട്, മൂൺലൈറ്റ് ഉണ്ട്, പല പല പേരിലുണ്ട്. ഈ ഒരു ഭാഗത്തൊക്കെ നമ്മൾ പണ്ടൊക്കെ വന്നുകൊണ്ടിരുന്ന സമയത്ത് ഇതിലേക്ക് രാത്രി വരാൻ തന്നെ പേടിയാവുമായിരുന്നേ. ഇപ്പോൾ ഒക്കെ ഇഷ്ടംപോലെ കെട്ടിടമായി, ആളായി, ഭയങ്കര സംഭവമായി. അവിടെയൊക്കെ കണ്ടോ പുതിയ പുതിയ റിസോർട്ടുകളൊക്കെ വരുന്നത്. ആ റിസോർട്ട് പണിയുന്നതിൻ്റെ അവിടെ നിന്ന് കുറച്ച് ആൾക്കാരിങ്ങനെ തേയില കൊളുന്തൊക്കെ എടുക്കുന്നുണ്ടേ. ഈ മരങ്ങളുടെ ഇടയിൽ കൂടെ നോക്കിയാൽ നമുക്ക് പാലൊഴുകുംപാറ വെള്ളച്ചാട്ടമൊക്കെ കാണാൻ പറ്റുമോ നോക്കാം. അതുകൊണ്ടോ അതിൻ്റെ ഇടയ്ക്ക് കാണുന്നുണ്ടോ, ആ റിസോർട്ടുകളുടെ ഒക്കെ ഇടയ്ക്കായിട്ട്, ആ മലകളുടെ ഇടയ്ക്ക് അതിന് മുകളിൽ ബ്രിട്ടീഷുകാർ പണിത ഒരു ഡാമൊക്കെ ഉണ്ട്. ഈ ഭാഗത്തൊക്കെ ഒത്തിരി കോട്ടേജുകളുണ്ട് കേട്ടോ. അവിടെ ഒരു കോട്ടേജ് ഉണ്ട്, ആ മരത്തിൻ്റെ ഒക്കെ ഇടയ്ക്കൂടെ നമുക്ക് നോക്കാം. ആ തേയിലക്കാട്ടിൻ്റെ നടുക്കിരിക്കുന്നുണ്ടോ. ഈ മേഖലയൊക്കെ നല്ല അടിപൊളി തേയിലത്തോട്ടും അതിൻ്റെ ഉള്ളിൽ ഓരോ ഹട്ടൊക്കെ ഉണ്ട്. ആ തേയിലത്തോട്ടത്തിൻ്റെ നടുക്കിരിക്കുന്നൊരു ഹട്ട് കണ്ടോ, അത് നമുക്കൊന്ന് കണ്ടു നോക്കാം. ഒരു ഏറുമാടം പോലെ കേട്ടോ. നമ്മൾ അപ്പുറത്തെ വളവിലൊരു കെട്ടിടമുണ്ടേ, ആ പുള്ളിക്കാരൻ്റെ ആണത്. ഇവിടെ ഒരു ഗേറ്റ് ഉണ്ടേ. ഈ ഗേറ്റ് കടന്നങ്ങ് കയറിപ്പോയാൽ നല്ല കാഴ്ചകൾ കിട്ടും. പക്ഷേ ഇത് പൂട്ടിയിട്ടിരിക്കുവാണേ, ആൾക്കാരൊന്നും കയറാതിരിക്കാൻ. ഇതിൻ്റെ അപ്പുറത്തോട്ട് നല്ല സീനറി ഉണ്ട്. അത് കാരണം ഈ ഒരു ഭാഗം കണ്ടോ, ഇത്ര ഭംഗിയാന്ന് നോക്കി. ഇങ്ങനെ വളഞ്ഞു തിരിഞ്ഞ് കിടക്കുന്നൊരു ചെറിയ തേയിലത്തോട്ടമൊക്കെ ആയിട്ട്. അതിൻ്റെ താഴെ ഒരു വീടൊക്കെ ഉണ്ടേ. ആ വീട്ടിലേക്ക് നമുക്കൊന്ന് ഒളിഞ്ഞു നോക്കാം. ഒളിഞ്ഞു നോക്കുന്ന തെറ്റാ, എന്നാലും ഇവിടുന്ന് അങ്ങോട്ടൊക്കെ ഒരു വഴിയൊക്കെ പോകുന്നുണ്ട്. ഇവിടുന്ന് നോക്കുമ്പോഴേ നമ്മൾ നേരത്തെ താഴെ കണ്ട ആ ഒരു കോട്ടേജാണ്. എന്ത് ഭംഗിയാന്ന് നോക്കിയത് കാണാനായിട്ട്. ആ കുറേ മരങ്ങൾ പൊങ്ങി നിൽക്കുന്നുണ്ട്, ചുറ്റുപാടും കുറച്ച് തേയിലത്തോട്ടമുണ്ട്. അങ്ങനെ നമ്മളിപ്പോൾ വാഗമണിലെ മൊട്ടക്കുന്നിലേക്ക് കടന്നു കേട്ടോ. നല്ല കാറ്റൊക്കെ ഇവിടെ. ഓപ്പോസിറ്റ് വണ്ടി വരുന്നത് നോക്കണം, അങ്ങനെ വേണം പോകാൻ. എന്നാൽ ഇപ്പം പ്രശ്നമില്ല. നല്ല കിടുക്കാച്ചി കൊങ്ങിണിപ്പൂ നിൽക്കുന്നുണ്ടോ. ഇനിയിപ്പം നമുക്ക് ഇവിടുന്ന് കുറച്ച് മൊട്ടക്കുന്നിൻ്റെ കാഴ്ചകളൊക്കെ കാണാവേ.
ഒരു വണ്ടി അങ്ങോട്ട് പോകുന്നുണ്ടോ. ഈ ഭാഗത്തെ റോഡ് ഒരു വല്ലാത്ത ഓഫ് റോഡാണ് കേട്ടോ. ഇവിടെ കണ്ടോ ഒരുപാട് റിസോർട്ടുകളുടെ പേരെഴുതി വെച്ചിട്ടുണ്ടേ. ഹിൽ വാലി, മൗണ്ട് ടാൽസ്, പിന്നെ ഹൈഡൻ വാലി, യാസ് ഹിൽ കോട്ടേജ്, അങ്ങനെ ഒരുപാടുണ്ട് കേട്ടോ. ഇതൊക്കെ സർക്കാരിൻ്റെ ആണേ, ഈ പുൽമേടുകളൊക്കെ ഇതിനകത്ത്, KLD ഫാമിൻ്റെയൊക്കെ. ഞാൻ ഇവിടെ നിന്ന് നോക്കിയാലേ പുൽമേട് പെട്ടെന്ന് കാണാൻ പറഞ്ഞാൽ കയറി വന്നേ. പക്ഷെ ഇവിടെ ഈ സൈഡ് കാടെല്ലാം വളർന്നു നിൽക്കുന്നതുകൊണ്ട് നമുക്ക് പറയത്തക്ക രീതിയിൽ കാണാൻ പറ്റുന്നില്ല. KLD ഫാമാണ് ആ മുകളിലൊക്കെ കാണുന്നത് കേട്ടോ. അവിടെ കണ്ടോ പശു, പന്നി അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ വളർത്തുന്നുണ്ട്. പിന്നെ ഇവിടെ നമുക്ക് അങ്ങോട്ട് മുട്ടക്കുന്നിൻ്റെ കാഴ്ചകൾ, ഇവിടെ അത്രയും അങ്ങോട്ട് പ്രകാശമില്ലേ, നമുക്ക് അപ്പുറത്തെ സൈഡിൽ പോയാൽ കിട്ടും. എൻ്റെ പുറകിൽ കാണുന്ന ഈ വഴിക്കൂടെ പോയാലേ ഒരു തുരങ്കമൊക്കെ കാണാൻ പറ്റും കേട്ടോ. പക്ഷെ അതിച്ചിരി കഷ്ടപ്പെട്ട് പോകണം നമ്മൾ കാണണമെങ്കിൽ. സമയമുള്ള ഒരു ദിവസം ഒന്ന് പോകണം. അറപ്പുകാടെന്ന് പറയുന്ന സ്ഥലത്തേക്കാണ് ഈ വഴി ചെല്ലുന്നത്. അവിടെ ഒരു തുരങ്കമുണ്ട്. ഈ ഭാഗത്തുള്ള വെള്ളമെല്ലാം ഇടുക്കി ഡാമിലേക്ക് എത്തിക്കാൻ വേണ്ടി ഉള്ളൊരു തുരങ്കമാണേ. അത് കാണാൻ ഇച്ചിരി ബുദ്ധിമുട്ടാണ്. ഒരു ദിവസം നമുക്ക് പോവാം. ഈ വഴിക്കിനി മുന്നോട്ട് പോയാൽ വാഗമണ്ണ്, ഈരാറ്റുപേട്ട, എറണാകുളം, കോട്ടയം ആ റൂട്ടിലോട്ടൊക്കെ പോകാം കേട്ടോ നമുക്ക്. ഇവിടെ നമുക്ക് വാഗമണിൻ്റെ മൊട്ടക്കുന്നുകളുടെ പച്ചപ്പൊക്കെ ഒന്ന് കാണാവേ. ഒരു മാസം മുമ്പ് വരെ ഇവിടെ പച്ചപ്പൊന്നും ഇല്ലായിരുന്നു. ഇപ്പം മഴയൊക്കെ പെയ്ത് ലെവലായപ്പോൾ നല്ല അടിപൊളി പച്ചപ്പായി കേട്ടോ. അവിടെയൊക്കെ ഒരു ഫാമും ഉണ്ടോ. ഈ ഒരു ജംഗ്ഷനിൽ നിന്ന് വലത്തോട്ട് കിടക്കുന്ന വഴിക്ക് പോയാൽ നമുക്ക് പൈൻവാലി, പാലൊഴുകുംപാറ റൂട്ടിലൊക്കെ പോകാം കേട്ടോ. മുട്ടക്കുന്ന് ജംഗ്ഷനിലൊക്കെ അത്യാവശ്യം തിരക്കായി കേട്ടോ. ഇനിയിപ്പോൾ അടുത്ത മാസമൊക്കെ സ്കൂളൊക്കെ തുറക്കുമല്ലേ, ഈ മാസം കൂടെയൊക്കെ ടൂർ പരിപാടികളൊക്കെ നടക്കുകയുള്ളൂ. മുട്ടക്കുന്ന് ജംഗ്ഷൻ ഇതാണ് ശരിയായ മുട്ടക്കുന്ന് ജംഗ്ഷൻ. ഇടത്തോട്ട് പോയാൽ ഉപ്പുപാറയ്ക്കൊക്കെ പോകുന്നു, നേരെ പോയ ഏലപ്പാറയ്ക്കൊക്കെ. അപ്പം നമ്മൾ അപ്പുറത്ത് കണ്ടോ മെഡോസ് ആയിരുന്നു കേട്ടോ. ഇവിടെ നമുക്ക് കോട്ടേജസിൻ്റെ ഒരു കൂമ്പാരം തന്നെ കാണാം കേട്ടോ. ഗ്രീൻ പാലസ് കോട്ടേജസ് ആണ്. അതിൻ്റെ അപ്പുറം കാണുന്നത് തങ്ങൾപ്പാറയൊക്കെയാണ്. ഈ കടയൊന്നും തുറന്നിട്ടില്ല കേട്ടോ. ടൂറിസ്റ്റുകൾക്ക് വേണ്ടിയുള്ള ചെറിയ പെട്ടിക്കടകളാണ് ഈ വഴി സൈഡിലൊക്കെ ഇങ്ങനെ കാണുന്നത്. ഇവിടെ നിന്ന് ഇങ്ങനെ നമുക്ക് നോക്കിക്കഴിഞ്ഞാലേ തങ്ങൾപ്പാറ കാണാം കേട്ടോ. അതിൻ്റെ മുകളിലൊക്കെ ഒരുപാട് ആൾക്കാരുണ്ട്. തങ്ങൾപ്പാറ മലനിരകൾ, ആ സൈഡിൽ വലത്തോട്ടൊക്കെ മുരുകന്മല, കുരിശുമലയൊക്കെയാണ്, ഇടത്തോട്ട് തങ്ങൾപ്പാറ. അതിൻ്റെയൊക്കെ ആ ഒരു താഴ്വാരം കണ്ടോ, ഇതെല്ലാം തേയിലത്തോട്ടങ്ങളാണ്. ഇതൊരു റെസ്റ്റോറൻ്റ് ആണ് കേട്ടോ. ഐ ലവ് യു വാഗമൺ എന്നൊക്കെ എഴുതി വെച്ചെങ്കിൽ എത്ര ഭംഗിയായിട്ടാന്ന് നോക്കി. ഇവർക്ക് കോട്ടേഴ്സും അങ്ങനെ കുറേ സംഭവങ്ങളൊക്കെ ഉണ്ട്. ഇവിടെ നമുക്ക് വാഗമൺ ടീ എസ്റ്റേറ്റിൻ്റെ ഒരു എൻട്രൻസ് ഒക്കെ കാണാവേ. ഒരു മാതാവിൻ്റെ ഗ്രോട്ടോ ഒക്കെ അവിടെ കാണാം. റോഡൊക്കെ നല്ല തിരക്കാട്ടോ. ചറപറ വാഹനങ്ങൾ വന്നുകൊണ്ടിരിക്കും ഇപ്പോൾ ഇവിടെ. നേരെ പോയ വാഗമൺ ടൗൺ, ഇടത്തോട്ട് പോയ ഈരാറ്റുപേട്ട, പിന്നെ വാഗമണിലെ ഓഫ് റോഡ് ജീപ്പുകൾ കിടക്കുന്നുണ്ടോ. ഇവിടെ വരുന്ന ഗസ്റ്റുകളെല്ലാം ഇവിടെ എല്ലാം കൊണ്ടുവന്ന് കാണിക്കുന്ന ഇവരാണേ. വാഗമണിലെ റിസോർട്ട് കൂമ്പാരങ്ങൾ കണ്ടോ. വാഗമൺ വഴിക്കടവാണിത് കേട്ടോ. ഇവിടുന്ന് ഇടത്തോട്ട് പോയാൽ മുരുകന്മല, കുരിശുമലയൊക്കെ പോകാം. പിന്നെ ഇവിടെ ഒരു ഇലക്ട്രിക് ചാർജിങ് സ്റ്റേഷനുണ്ട്, ആ കാണുന്നതാണ്. ഇലക്ട്രിക് വാഹനങ്ങളൊക്കെ വന്നാൽ ചാർജ് ചെയ്യാൻ പറ്റും. ഇവിടെ കണ്ടോ, ഈ മുകളിലൊരു വീടും ഉണ്ട്. ഈ വളവിലിങ്ങനെ ഈ തേയിലത്തോട്ടവും ഇതൊരു പ്രത്യേക ഭംഗിയാണ് കാണാൻ. ഈ റോഡൊക്കെ ഒന്ന് ആലോചിച്ച് നോക്കി. ഈ പാറക്കെട്ടെല്ലാം വെട്ടിയിരുത്തി റോഡ് പണിത ഒരു കാലഘട്ടമായി. ഇവിടെയൊക്കെ ഒരുപാട് സിനിമാ ഷൂട്ടിംഗ് നടക്കുന്നുണ്ട് കേട്ടോ. സുരേഷ് ഗോപിയുടെ അതുപോലെ ദിലീപിൻ്റെ ഒക്കെ ഒത്തിരി പടങ്ങൾ ഇവിടെ എടുത്തതാണ്. ഇവിടുന്ന് അങ്ങോട്ടും ഉള്ളൊരു കാഴ്ചകളൊക്കെ കണ്ടോ. നമ്മളിവിടെ മറ്റൊരു കാഴ്ച കാണാൻ വേണ്ടിയാണ് ഇന്ന് നിർത്തിയത്.
നിന്ന് അങ്ങോട്ടൊന്ന് നോക്കി, ഈ മലനിരകളുടെ ഒരു ഷേപ്പ് കണ്ടു, എന്ത് ഭംഗിയല്ല കാണാൻ. ആ ഒരു മെട്ടിക്കൂടെ അങ്ങനെ നമുക്ക് വാഗമണ്ണിൽ നിന്ന് അങ്ങനെ കയറി വരാവേ, ആ ഒരു നിരപ്പിന്. അതുപോലെ തന്നെ ഇവിടെ താഴോട്ടൊക്കെ ഭയങ്കര ഗർത്തമാണ്. വാഗമൺ കാരികാട് ടോപ്പിലും തിരക്കുണ്ട് കേട്ടോ, താഴോട്ടൊക്കെ നല്ല തിരക്കാണായിരിക്കും. ആ പുലിയുടെ പണി ഇതുവരെ തീർന്നില്ല കേട്ടോ. ഇവിടെ ഇപ്പോൾ താഴെ സാധാരണ കാണുന്ന തിരക്കില്ല ഇവിടെ. വൈകുന്നേരമൊക്കെ ആകുമ്പോൾ നല്ല ആളായിരിക്കും. പുക വലിക്കാതിരിക്കുക. ഇതുണ്ട് ഇവിടുത്തെ ഇരിപ്പിടമൊക്കെ കണ്ടോ, എന്ത് ഭംഗിയാന്ന് നോക്കി. ഇവിടെയൊക്കെ ഇരുന്നോണ്ട് നമുക്ക് അങ്ങോട്ടുള്ള കാഴ്ചകളൊക്കെ കാണാം കേട്ടോ. നല്ല കിടു വ്യൂ ആണ്. മഴയൊക്കെ ഇടയ്ക്ക് പെയ്യാൻ തുടങ്ങിയപ്പോൾ ചെറിയ ചെറിയ വെള്ളച്ചാട്ടങ്ങളൊക്കെ തുടങ്ങിയിട്ടുണ്ട് കേട്ടോ. നമുക്ക് ഈ ഒരു ചെറിയ വെള്ളച്ചാട്ടം ഒന്ന് കാണാവേ. ആ കാട്ടീന്ന് വരുന്ന വെള്ളമാണേ, നല്ല മഴയാണ്, നല്ല രസമുണ്ട് ഇത് കാണാൻ. ആ താഴെ കുറേ റിസോർട്ടുകളുണ്ട് കേട്ടോ. ഇവിടെ വന്ന് നമുക്കൊന്ന് ഇങ്ങനെയേ കാണത്തുള്ളൂ. ഒന്ന് സൂം ചെയ്ത് നോക്കാം. അതിൻ്റെ അതിലെയാണ് നമ്മൾ പോകുന്നതേ. ഒരുപാട് സൂം ചെയ്താൽ പൊട്ടിപ്പോകുന്നു കേട്ടോ. ഇവിടെ നല്ലൊരു റിസോർട്ടുണ്ട് കേട്ടോ. ഓളം എന്നാണ് ഇതിൻ്റെ പേര്. OLM ഓളം. താഴോട്ടൊക്കെ നല്ല വ്യൂ ഒക്കെ കിട്ടുന്ന, താഴെ ഇവർക്ക് റെസ്റ്റോറൻറ്റ് അങ്ങനത്തെ പരിപാടികളൊക്കെ ഉണ്ട്. താഴെ മുകളിലുമായിട്ടൊക്കെ കോട്ടേജുകളുണ്ട്. താല്പര്യമുള്ളവരൊക്കെ സെർച്ച് ചെയ്യുക. OLAM ഓളം. ഇവിടെ കയറി നല്ല വ്യൂ ആണ് താഴോട്ട് കേട്ടോ. ആ ഒരു മലനിരകളൊക്കെ രാവിലെയൊക്കെ മഞ്ഞിലൊക്കെ പുതഞ്ഞിങ്ങനെ നിൽക്കുന്നതാണ് നല്ല രസമായിരിക്കും ഈ കോട്ടയിലൊക്കെ താമസിക്കുകയാണെങ്കിൽ. ഞാനങ്ങനെ ആരും നിർബന്ധിക്കുമൊന്നുമല്ല, ഓരോരുത്തർ കോട്ടയിൻ്റെ കാര്യമൊക്കെ ചോദിച്ചിട്ടുണ്ടായിരുന്നല്ലോ, അതുകൊണ്ട് പറഞ്ഞാണേ. അതാണ് കാരികാട് ടോപ്പ്, അങ്ങ് അവിടെ ആ ദൂരെ കാണുന്നത്. പിന്നെ ഇവിടെ ഒരു സിപ്പ് ലൈൻ്റെ പരിപാടിയൊക്കെ ഉണ്ട് താഴെ. സിപ്പ് ലൈൻ അവിടെ ആണേ. ഇവിടുന്ന് മുകളിലേക്കൊരു റിസോർട്ടൊക്കെ ഉണ്ട്, അങ്ങോട്ടുള്ള വഴിയാതെ. ലൈൻ വാഗമൺ റൂട്ടിലെ ഒറ്റയിട്ടി എന്ന് പറയുന്ന സ്ഥലമാണ് കേട്ടോ. ഒത്തിരി പഴയ കെട്ടിടങ്ങളുള്ളൊരു ചെറിയ ജംഗ്ഷൻ. ഈ സിറ്റിയുടെ താഴ്ഭാഗം കാണാൻ നല്ല ഭംഗിയാണേ. നമുക്ക് താഴോട്ടൊന്ന് പോയി നോക്കാം. കുറേ പഴയ കെട്ടിടങ്ങൾ ഇവിടെ ഉണ്ട്, അതാ അതിൻ്റെ ഒരു കാഴ്ച ഭംഗി. ഇതും അതെ, നല്ല രസമുള്ളൊരു മാടക്കടയൊക്കെ. ഒറ്റയിട്ടിയിലെ കാഴ്ചകളാണ്. ഇതിലേ നമുക്ക് താഴോട്ട് ഇറങ്ങിപ്പോയാൽ ഈരാറ്റുപേട്ടയ്ക്കൊക്കെ പോവാം. ഒറ്റയിട്ടി നമ്മൾ കുറച്ചെങ്കിലും ഇറങ്ങി വന്നപ്പോഴേ ഇവിടെ ഒരു രസമുള്ളൊരു സ്ഥലമുണ്ട്. ഈ കാണുന്ന സ്ഥലമാണ്. എനിക്കിത് കണ്ടപ്പോൾ നല്ല ഭംഗിയുള്ളതായിട്ട് തോന്നി. ഒരു പഴയ ഓടിട്ട വീടുമൊക്കെ. ഈ എന്ത് വാഹനങ്ങളാണോ വാഗമണിലോട്ട് കയറി വരുന്നതെന്ന് നോക്കി, ഇടിച്ച് കിട്ടിയാണ് വരുന്നത്. അതുപോലെ ഇവിടെ ഒരു നല്ലൊരു ഭംഗിയുള്ളൊരു വെയിറ്റിംഗ് ഷെഡൊക്കെ ഉണ്ട്. അതുകൂടാതെ ഇവിടെ കുറച്ചൊരു വെള്ളച്ചാട്ടമൊക്കെ ഉണ്ട്, അത് നമുക്ക് കാണാം. വെള്ളച്ചാട്ടം നമുക്ക് ഇങ്ങനെയും കാണാം, മുകളിൽ പോയിന്നും കാണാവേ. അത്യാവശ്യം മഴയൊക്കെ ഉണ്ടായിരുന്ന കാരണം കുറച്ച് വെള്ളമൊക്കെ ഉണ്ട്. ഈ വെയിറ്റിംഗ് ഷെഡിൻ്റെ അവിടുന്ന് ഇടത്തോട്ടൊരു വഴിയുണ്ട്. ഈ വഴിക്ക് ഇങ്ങനെ പോയാൽ നമുക്ക് ആ വെള്ളത്തിൻ്റെ അവിടെ ചെല്ലാവേ. ഒരു പഴയ പാലമൊക്കെ കാണാം.
19 വെള്ളപ്പൊക്കത്തിൽ ഈ പാലമൊക്കെ പോയതാണ്. പിന്നെ ഉണ്ടാക്കിയ കൈപിടി ഇതൊക്കെ തോന്നുന്നു. മുകളിൽ നിന്നൊക്കെ അലച്ചു കുത്തി വെള്ളമേ. മുകളിലൊരു വീടുണ്ട്. ആ വീട്ടിൽ അതിലേ അങ്ങോട്ട് വഴി കയറി പോകുന്നുണ്ട് കേട്ടോ. അപ്പം നമുക്ക് ഇവിടെ നിൽക്കുമ്പോൾ ആ ഒരു വെള്ളത്തിൻ്റെ വരവ് കാണാം. ഒരു കാട്ടരുവി ഇങ്ങനെ ഒഴി വരുന്ന കാണാൻ രസമല്ലേ. കണ്ടോ, അത് അവിടെ നിന്ന് ഇങ്ങോട്ട് വരുന്നേ. ഈ ഒരു പാലത്തിൻ്റെ കീഴക്കോട്ട് ഒഴുകി ആ ഒരു പാലത്തിൻ്റെ കീഴക്കോട്ട് ഒഴുകി അതങ്ങനെ മീനച്ചിലാറിൽ പോയി ചേരും കേട്ടോ. അപ്പം നമ്മൾ ഉപ്പുറയുടെ ഇപ്പുറത്തുനിന്ന് വാഗമൺ കാഴ്ചകളൊക്കെ കണ്ടിങ്ങനെ വന്ന് തീക്കോയി ഭാഗത്തേക്കൊക്കെ എത്തി കേട്ടോ. ഇനിയിപ്പോൾ കുറേ മുന്നോട്ട് പോകാനായിട്ട് പറ്റത്തില്ല വീഡിയോ ആയിട്ട്. കാരണം സമയം കൂടുതലായിട്ട് പിടിക്കുമല്ലോ. ഒത്തിരി സമയം വന്നാൽ കാണാൻ രസമില്ലല്ലോ, സ്കിപ്പ് ചെയ്ത് പോകല്ലേ ഉള്ളൂ. അപ്പോൾ അതുകൊണ്ട് നമ്മൾ തൽക്കാലം ഈ വീഡിയോ ഇവിടെ കൊണ്ട് നിർത്തുവാണേ. പിന്നെ നമ്മളിപ്പം ഒന്നരയുടെ വീഡിയോ ഇടുന്നുള്ളൂ. കാരണം അടുത്തൊന്നും വീഡിയോ എടുക്കാനുള്ള സ്പോട്ടെല്ലാം തീർന്നു കേട്ടോ. റിപ്പീറ്റ് അടിച്ചടിച്ച് നമ്മളും മടുക്കുക. അത് കാരണം ഇനി നമ്മൾ ഒന്നരാടം അതാണ്ട് ആഴ്ചയിലൊരു 3 വീഡിയോ 4 വീഡിയോ ആ ഒരു രീതിയിലേ വരത്തുള്ളേ. 7 വീഡിയോ ഒക്കെ വന്നുകൊണ്ടിരുന്ന ദൂരം കൂടുന്നതനുസരിച്ച് വീഡിയോയുടെ എണ്ണം കുറഞ്ഞു വരും കേട്ടോ. കാരണം എന്താണെന്ന് വെച്ചാൽ അത്രയും ദൂരെ പോയി നമ്മൾ വീഡിയോ ചെയ്യണ്ടേ, അതുകൊണ്ടാണേ. അപ്പം നമുക്ക് കൂടുതലൊന്നും വലിച്ചു നീട്ടുന്നില്ല. ഭംഗിയുള്ള മറ്റൊരു വീഡിയോയിൽ നമുക്ക് വീണ്ടും കാണാവേ.